ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുക്കുടുംബ ഫാമിലിയിലെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമില്ല, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ എണീക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കിടന്നെങ്കിൽ ഇപ്പോൾ ഒരു 10 മണിയായിട്ടാണ് ഞാൻ എണീറ്റപ്പോഴത്തേന്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ പിന്നെ എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേസ്. എനിക്ക് അറിഞ്ഞുകൂടാ അതെല്ലാം കൂടി എങ്ങനെ തീരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എനിക്ക് സീരിയസ് ആയി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാം. നമ്മുടെ പേരൂർക്കട ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കുമാർ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നോർമലി പറയുകയാണെങ്കിൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള തക്കാളി ചട്നിയും നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും ഒക്കെ ആയിട്ട് തട്ടുദോശ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തട്ടുദോശയും വാങ്ങിച്ചു, പിന്നെ വടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് സ്ട്രോങ് ആയിട്ട് മധുരം കൂട്ടി ഒരു കോഫിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫിയുടെ മണം അടിക്കുമ്പോഴത്തേനും ഞാനവിടെ ഫ്ലാറ്റായിട്ട് വീഴുകയാണ് ചെയ്യാറ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തി. വയറ് ഫില്ലായിട്ടാ. ചെറുതായിട്ടൊരു മടി പിടിച്ചിട്ടുണ്ടോയെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഓവർലോക്ക് ചെയ്യണം. ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇനി ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം. അതാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത കലാപരിപാടികളുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓവർലോക്ക് ചെയ്യട്ടെ. ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. കാരണം എന്താ, ഇത്രയും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് പരിപാടിയെല്ലാം ഇന്നലെ തന്നെ തീർത്ത് വെച്ചതുകൊണ്ട് ഇന്ന് ഓവർലോക്കിങ്ങും അയണിങ്ങും അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ബുട്ടിക്കിൽ കൊടുക്കണം. ഞാനൊരു ബുട്ടിക്കിൽ നിന്ന് വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വർക്കാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചടപടേന്ന് ലോക്ക് ചെയ്യാണ്. ഇരുന്നിട്ട് ലോക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം എൻ്റെ ടേബിളിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് സ്പീഡിന് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇരുന്നിട്ട്. അപ്പോൾ ഇത്രയും നിന്ന് ചെയ്യണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സാരമില്ല, ഓക്കെയാണ്. ഞാൻ ചെയ്തത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയണിങ് പരിപാടിയൊക്കെ ചെയ്ത് സെറ്റാക്കി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുവന്ന് കൊടുക്കണം. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട്, രാവിലെ കുളിക്കാത്തതുകൊണ്ട് എന്തോ കടന്തൽ കുത്തിയതാണൊക്കെ ഇരിക്കുകയായിരുന്നു എൻ്റെ മുഖം. ആ സമയം കൂടെ നമുക്കിത് ഗ്യാസ് വന്നിട്ടുണ്ട്. കാരണം ഗ്യാസ് ഇല്ലെങ്കിൽ പണിപ്പാളും ഗൈസ്. നമുക്ക് ഗ്യാസ് ഏകദേശം തീരാറായി. ഗ്യാസ് എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ എനിക്കൊരു ടെൻഷൻ കേട്ടോ. സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഗ്യാസും വന്നിട്ടുണ്ട്. ആ പരിപാടിയും കഴിഞ്ഞ് ഇനി ഫുൾ കണ്ടോ, എൻ്റെ ബാക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, കച്ചടായിട്ട് കിടക്കുകയാണ്. കാരണം ഇവിടെ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ കച്ചടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനായിട്ട്. ഇനി കുറച്ച് ലിസ്റ്റ് എഴുതാനുള്ള പരിപാടിയാണ്. കാരണം സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ, സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പം വിട്ടു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് എപ്പോഴും പോകാറ്. അപ്പോൾ ഞാൻ ലിസ്റ്റ് എഴുതട്ടെ. ലിസ്റ്റ് എഴുതാമെന്ന് വെച്ചിട്ട് എനിക്ക് സമയമില്ല കേട്ടോ. കാരണം ഇത് കൊണ്ടുവന്ന് കൊടുക്കണം, കുറച്ച് എമർജൻസിയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരാം. ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് നന്നായിട്ട് ക്ഷീണം തോന്നി കേട്ടോ. കാരണം ഭയങ്കര കട്ട വെയിലാണ് ഗൈസ്. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഈ ഫ്രൂട്ട് സർബത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് കഴിച്ച് ഫില്ലാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ സാധനങ്ങൾക്കുള്ള ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കേസ് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഒന്ന് വൈകുന്നേരമായിട്ട് ഇറങ്ങാമെന്നുള്ള പരിപാടിയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വന്ന് വീടൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ കച്ചടയായിരുന്നു. ഏകദേശം ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് പോകണം. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോഴത്തേന് ഉച്ചയ്ക്ക് അമ്മ വീട്ടിലില്ല. അമ്മ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എളുപ്പമായി കേട്ടോ. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒന്നും മിസ്സാവാണ്ട് എഴുതി വെച്ചിട്ട് പോവാൻ നേരത്തെ. അപ്പം ഞാൻ ലിസ്റ്റൊക്കെ റെഡി ആക്കട്ടെ. ഞാൻ വീട്ടിൽ വന്ന പാടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേസ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമേ അങ്ങ് മറന്നുപോയി, എന്താണെന്നറിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കുകയാണ്. പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കാനുള്ള സെപ്പറേറ്റ്, പിന്നെ പലചരക്ക് സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്സാകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് പെട്ടെന്നൊന്ന് മേലൊക്കെ കഴുകി റെഡിയായി ഞാൻ പോവാണ്. നേരെ പോയത്
റേഷൻ കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ റേഷൻ വാങ്ങിക്കാൻ നേരത്തെ ഞാൻ നല്ല ചമ്പാവുണ്ടല്ലോ, അവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവ് വെച്ചിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ റേഷനൊക്കെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമല്ല ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ പോയില്ലേ കട, അവിടെ തന്നെ അവിടെ കയറിയിട്ട് നല്ല ചൂട് പൂരിയും മസാല ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചിട്ട് അവരുടെ സ്പെഷ്യൽ തക്കാളി ചട്നിയും കോഫിയും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. ഇന്നത്തെ ദിവസം ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പൂരി അത്ര ഹെൽത്തി അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കെന്തോ പൂരി കഴിക്കാനായിട്ടൊരു കൊതിയുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ ഒരു 5 കിലോയോളം വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം, എനിക്ക് നന്നായിട്ട് കവിളൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫുഡ് അടിയാണ് കഴിച്ച്, ഞാൻ കഴിച്ചുണ്ടാക്കുന്ന വണ്ണമാണ്. എങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡെന്ന് കേട്ടാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പ്രധാന ഹോബിയും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് 3 പൂരി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായി കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാമെന്നാണ് പ്ലാന്. ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് കേട്ടോ, സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം ഞാൻ സപ്ലൈകോയിലോട്ട് പോകാമെന്ന് കരുതി. ഒരു 6:30 ആയി കേട്ടോ, 6:30. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സപ്ലൈകോയിലോട്ട് പോവുകയാണേ. എന്തിനാണ് ഞാൻ സപ്ലൈകോയിൽ പോയതെന്ന് തന്നെ ഞാൻ ഓർത്തുപോയി. അത്രയ്ക്ക് തിരക്കാണ്. ഒരാൾ മുമ്പിലോട്ട് നീങ്ങിയാലേ എനിക്ക് നീങ്ങാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് തിരക്കായിരുന്നു. പക്ഷെ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ അത്യാവശ്യം വേണ്ടുന്നുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ ഇറങ്ങിയതാണ്. പഴംപൊരി അല്ല, അകത്ത് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണം. ഇവിടെ വേറൊരാളുണ്ട്. ഹായ്. ഞാൻ അച്ചാർ വാങ്ങിക്കാൻ വേണ്ടി നേരെ അമ്മയുടെ അടുത്ത് പോയി കേട്ടോ. അപ്പോൾ അമ്മ അച്ചാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പാത്രം വേണമായിരുന്നു ചോറൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം. പച്ചക്കറിക്കൊക്കെ എന്താ വിലയെന്ന് പറഞ്ഞ് സഹിക്കാൻ വയ്യാത്ത വിലയാണ്. നോർമലി 70 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാമ്പാർ കൂട്ടന് ഇപ്പോൾ 200 രൂപ 250 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സദ്യക്ക് വേണ്ടുന്നുള്ള പച്ചക്കറികളെല്ലാം വാങ്ങിച്ചു. നമ്മുടെ തിരുവനന്തപുരം കണ്ടോ, ഫുൾ ലൈറ്റിംഗ് ആയിട്ട് നല്ല ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ഫുൾ അറേഞ്ച്ഡ് ആയിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചു. നാളെ അത്തം ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂ വാങ്ങിച്ചു. തലയിൽ വെക്കാനായിട്ട് 1 മുഴം പിച്ചിയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി കടയിൽ കയറി അത്യാവശ്യം പച്ചക്കറികൾ വാങ്ങിച്ചു. ഞാൻ പച്ചക്കറി കടയിൽ കയറിയപ്പോഴുണ്ടല്ലോ അവിടുത്തെ വിലയൊക്കെ കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി ഗൈസ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പച്ചക്കറി കടയിൽ കയറിയ വീഡിയോസ് എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഇന്ന് മൊത്തത്തിൽ കിളിപോയൊരു ദിവസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. ദേ വന്നിട്ട് എനിക്ക് നാളെ ഇടാനായിട്ടൊരു ബ്ലൗസ് തയ്ക്കുന്നുണ്ട്. പിന്നെ പാർക്കുട്ടിക്ക് തയ്ക്കണം. അനിയത്തിമാർ 3 പേരുണ്ട്, അവർക്കുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കുള്ള സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം തന്നെ മനസ്സിലായില്ലേ, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേനും ഒരു 3-4 മണിയാകുമെന്ന്. അപ്പോൾ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ എൻ്റെയും പാർക്കുട്ടിയെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കാമെന്ന് കരുതി. എന്നിട്ടാണ് ബാക്കി എല്ലാവർക്കും ഉള്ളത്. എല്ലാവരുടെയും കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. തയ്ച്ചെടുത്താൽ മതി. തയ്ച്ചെടുക്കലും പിന്നെ ഹൂക്ക് പിടിപ്പിക്കലും എന്തായാലും ഏകദേശം 3 മണിയെങ്കിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണി കഴിഞ്ഞപ്പോഴത്തേനാണ് എല്ലാ പരിപാടികളും തീർന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇനി നാളെ ഉത്രാടം ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മുടെ വീട്ടിലെ ഉത്രാടത്തിനാണ് ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത്. എല്ലാ വർഷവും അങ്ങനെയൊന്നും അല്ല. ഇത്തവണ ഞാൻ അനിയത്തിമാരെയും അമ്മയെയും അച്ഛനെയും എല്ലാവരും ഉത്രാടത്തിന് വിളിച്ചിട്ടുണ്ട്. തിരുവോണം അവരവരുടെ വീട്ടിലാണല്ലോ, അതുകൊണ്ട് ഉത്രാടത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. ചെറിയൊരു ഓണം സെലിബ്രേഷൻ നടത്താനുള്ള പരിപാടിയാണ്. സദ്യ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സദ്യ എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരാനായിട്ടും ആരുമില്ല. എനിക്ക് ക്യാമറയൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പോൾ സദ്യ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. 2 കൂട്ടം പായസം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അച്ചാറെല്ലാം അമ്മ സെറ്റ് ചെയ്ത് തന്നതുകൊണ്ട് അതിൻ്റെ ടെൻഷനില്ല. പിന്നെ കിച്ചടി, പച്ചടി, മധുരപ്പച്ചടി, പിന്നെ തോരൻ, അവിയൽ, പരിപ്പ്, സാമ്പാർ, ഇത്രയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. പറ്റുവാണെങ്കിൽ പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ മണ്ടയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ പരിപാടികൾ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നാളത്തെ കാര്യങ്ങളാണ് എൻ്റെ മണ്ടയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് തന്നെ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള
ഒട്ടും സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല ഒരു നേരമാവും. അപ്പോൾ എനിക്ക് വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് വെക്കാനോ തേങ്ങ ശരിക്ക് വെക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ എല്ലാ പരിപാടികളും രാവിലെ തന്നെ ചെയ്യണതാണ്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് എനിക്ക് എല്ലാ പരിപാടികളും ഫിനിഷ് ചെയ്ത് എനിക്ക് റെഡി ആവണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത്. നിന്ന് തിരിയാൻ സമയമില്ലെന്ന് പറയില്ല, അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസാണ് നമ്മൾ കൂടുതൽ ഇടുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. ലോങ് വീഡിയോസും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.